നമസ്കാരം, ഞാൻ ജോസ് ചിത്ര വാഴക്കുളം. കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ നമുക്കറിയാം അരുണിമ എന്ന് പറഞ്ഞൊരു സഹോദരി. പുള്ളിക്കാരി സർവ്വ രാജ്യങ്ങൾ ഇപ്പോൾ 45 രാജ്യങ്ങളെങ്ങാണ്ട് കറങ്ങി. അത് ഏറ്റവും ചിലവ് കുറച്ച് നല്ല മനോഹരമായിട്ട് നല്ല വീഡിയോസും ഒത്തിരി ഫോളോവേഴ്സും ഉണ്ട് പുള്ളിക്കാരിക്ക്. എല്ലാവരും സപ്പോർട്ടാണ്. അതായത് ഞാനും ഇപ്പോഴും ഞാൻ വളരെ ഫാനായിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു സ്ത്രീ, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ പോലും തന്നെ ഒരു യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും. ഒരു 7 മണി കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനോ ഒന്നും പാടില്ലാത്തൊരവസ്ഥയുണ്ട്. അത് നമുക്ക് നമ്മുടെ സഹോദരിമാരായിട്ടോ ഭാര്യയായിട്ടോ പുറത്ത് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു നോട്ടവും പാടും ഇതെല്ലാം അറിയാം. പക്ഷേ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇവർ വേറെ വിദേശ രാജ്യത്തും, അതായത് ആഫ്രിക്ക പോലുള്ള അത്ര സേഫ്റ്റി അല്ലാത്ത രാജ്യങ്ങളിൽ പോലും രാത്രിയിലും അങ്ങനെയൊക്കെ പോയി പല വീടുകളും താമസിച്ച് അങ്ങനെ അവർ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് അവർ താമസിക്കുന്നത്. നമുക്കറിയാം അവരുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം സാധാരണ ഒരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളുമാണ് അവർ ഇത് ചെയ്യണം. നമുക്കറിയാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് വളരെ താല്പര്യം തോന്നും. പക്ഷേ അവർ ഈ ഇടയ്ക്ക് അമേരിക്കയിൽ പോയൊരു വീഡിയോ, അത് അവരെ രാത്രിയിൽ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും അങ്ങനെ പറഞ്ഞൊരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. പക്ഷേ ഇപ്പോൾ ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണില്ല. കാരണം അതിനെക്കുറിച്ച് എല്ലാവരും തന്നെ പല വീഡിയോയിലും ഇതിനെക്കുറിച്ച് ശരിക്കും എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ അതിൻ്റെ അകത്ത് വേറെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അവർ 2 ദിവസം താമസിച്ചു. 3-ാമത്തെ ദിവസമാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞത്. അപ്പം ആ ശനിയാഴ്ച വൈകുന്നേരം വരെ ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പോണതായിട്ടാണ് അവരുടെ ആ വീഡിയോ പാക്കപ്പ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളുമായിട്ട് പോണതും അവർ ആ ഭക്ഷണം കഴിക്കുന്നത്, സുഹൃത്തുക്കളുണ്ടോയെന്നറിയില്ല, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം കൂടെ കൂടിയാണ് ആ വീഡിയോയിൽ. അത് അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹം അവിടെ വിട്ടിട്ട് പോവുകയും രാത്രിയായപ്പോഴാണ് അവരവിടെ വിട്ടിട്ട് പോണേ. അതിനുശേഷമാണ് പിന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാവണേ. അപ്പം ഈ രണ്ടാമത് ഈ പുള്ളിക്കാരി അവിടെ അവരുടെ ആ സുഹൃത്തുക്കളുടെ അടുത്ത് പോയി താമസിക്കാതെ അവർ നേരെ പിന്നെ ആ വീട്ടിലേക്ക് ചെന്നു. അന്നേരം ഏതാണ്ട് ഒരു 12 മണി ആകണം. ആ സമയത്ത് കയറി ചെന്ന് ഒരു പരിധി വരെയും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു കാരണവശാലും. അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത് ഇങ്ങനെ ആ ഒരു കാര്യം അന്നേരം പറഞ്ഞത്, ആ ടൈമിൽ പറഞ്ഞത്. അപ്പം അന്നേരം പുള്ളിക്കാർ വേഗം തന്നെ വേറെ രീതിയിലാണ് റിയാക്ട് ചെയ്യണത്. കാരണം ഈ 2 ദിവസം കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അവരോട് സംസാരിക്കുന്നതിനുള്ളൊരു മര്യാദയുണ്ട്. അത് പുള്ളിക്കാർ കാണിച്ചില്ല എന്നുള്ളത് അത് അരുണിമയുടെ മാത്രം തെറ്റാ. അപ്പോൾ തലേദിവസം രാത്രി അവരവിടുന്ന് പിരിയുന്നു ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട്. അപ്പോൾ പുള്ളി വീട്ടിലേക്ക് പോകുന്നു, കാറിന് പോകുന്നു. അപ്പം ഇവർ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല, അവർ ഭക്ഷണം കഴിക്കണമൊക്കെ വീഡിയോ കാണിച്ചായിരുന്നു. അതിനുശേഷം ഇവർ അവിടെ താമസിക്കാൻ പറ്റാതെ എന്തോ ഇത് വന്നപ്പോഴാണ് ഇവർ ചെല്ലണേ. ആ രാത്രി 12 മണിക്ക് ഇവരവിടെ ചെല്ലുന്നു. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു പക്ഷേ ആ രാത്രിയിൽ കയറി ചെന്നതോ അതോ അവർക്കൊരു ചെറിയൊരു ഇഷ്ടക്കേടുണ്ടാവാം. ഇപ്പോൾ നമ്മളാണെങ്കിൽ അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു 12 മണിക്ക് വേറെ ഒരു രാജ്യത്ത് നിന്ന് വന്നവരോ ഇത് വന്നു കഴിഞ്ഞിട്ട് 12 മണിക്ക് ഒരു സ്ത്രീ കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോട് ആ ഒരു രാവിലെ പറയാമായിരുന്ന ഒരു കാര്യമാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രാത്രി പറഞ്ഞു എന്നുള്ളൊരു ചെറിയൊരു ഫാൾട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ രാവിലെ അവർ പറയാമായിരുന്നു. അപ്പോൾ ആ രാവിലെ പറയുന്ന ഒരു കാര്യം അന്നേരം തന്നെ ഇവർക്ക് പറയാൻ തോന്നിയത് ആ അസമയത്ത് കയറി ചെന്നു എന്നുള്ളൊരു തെറ്റാണ്. അല്ലെങ്കിൽ ഇവർ വന്ന് പറഞ്ഞ് ഇപ്പോൾ ശരിയാണ്, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അതിന് ആ ഫുഡും കഴിച്ചിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. അപ്പോൾ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ കിടക്കുന്നതിന് പകരം പിന്നെ അവരുമായിട്ട് ശരിക്കും പറഞ്ഞ് ഒരു ഉടക്കുണ്ടാക്കുക ഇത്. അപ്പോൾ പുള്ളിക്കാരി ചിന്തിക്കണത് ഞാൻ അമേരിക്കയിൽ വന്നു, എന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ളൊരു മൈൻഡാണ് പുള്ളിക്കാരിയുടെ ആ സംസാരത്തിൽ നിന്നല്ല മനസ്സിലായത്. അത് ഒരേ കമൻറ്റ് ഒരേ ആൾക്കാരിടുമ്പോൾ അതിന് തിരിച്ച് പുള്ളിക്കാരി കൊടുത്തതാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് അവരോടൊരു മര്യാദ കൂടെ ഉണ്ട്. അല്ലാണ്ട് നമുക്കൊരു കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ വേഗം തന്നെ അവർ തിരിച്ച് തെറി പറയാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഉള്ള രീതിയിലല്ല നമുക്ക് കമൻറ്റ് ഇടുന്നത്. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ കണ്ടില്ല എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ സൗമ്യമായ രീതിയിൽ നമുക്ക് സഭ്യമായ ഭാഷ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതങ്ങനെയല്ല. ഇത് പല കമൻറ്റിൽ ഇതിൻ്റെ അടിയിൽ വന്ന കമൻറ്റിൻ്റെ അകത്തൊക്കെ കൊടുത്തേക്കണ വേറൊരു രീതിയിലാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു അഹങ്കാരം പിടിച്ചൊരു ഇതാണ്. അത്രയും രാജ്യത്ത് പോയി ആ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണു, ഇപ്പോഴും നമ്മളിത് ചെയ്യണു. പക്ഷേ എന്ന് കരുതി നമുക്ക് അവർ പറഞ്ഞ എന്ത് കാര്യങ്ങളും നമുക്ക് അത് നേരാന്നോ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ഇപ്പം ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവർ കരിവാരി തേച്ചാനൊക്കെ പോകുന്നത്. അവരെല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അവരാ ഫാമിലി. ന്യൂജേഴ്സി എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ, അവർ ഇപ്പം അമേരിക്കയിൽ ഉള്ള അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരെല്ലാവരും അറിഞ്ഞു കാണും ഈ സംഭവം. അപ്പം അത്രയും വളരെ മോശമായിട്ട് നാണം കെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം അന്നാ ഇറങ്ങാൻ നേരത്തുള്ള ഒരു വീഡിയോ ഒന്ന് നോക്കൂ. നാളെ പോണോന്നല്ലേ പറഞ്ഞേ? നാളെ പോണെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഞാൻ ഇവിടെ
നിൽക്കാൻ പറ്റിയ വലിയൊരു കൊന്നല്ലോ. മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞത്. എന്നോട് സ്നേഹത്തോട് ഇത്രയും നാൾ വിളിച്ച് സംസാരിച്ച് അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല അവളോട്, അവൾ പോകുന്നു പറഞ്ഞിട്ടാണ്. നീ പിന്നെ അതായത് സംസാരിച്ചു കയറി സംസാരിച്ച് എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം വെച്ച് ഞാൻ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. യു ഡോണ്ട് ഗോ ടു No, no. ഇപ്പൊ പോണമെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. ഇന്ന് പോണെന്ന് പറഞ്ഞിട്ടില്ല, നാളെ പോണെന്നാ പറഞ്ഞു. നാളെ പോണമെന്നല്ല പറഞ്ഞ, മൺഡേ മോർണിംഗ് പോണെന്നാ പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു ഇവിടെ. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതന്നെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടെയൊക്കെയാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരൊപ്പം ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. നാളെ പോകുന്നു ഞാൻ അവരോട് പറഞ്ഞു. നാളെ അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞില്ല. It's okay. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ. ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു. ഐ ഡി നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ. ഓക്കെ, നാളെ നോക്കാം. യാ, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that you both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്, മനസ്സിലായില്ലേ? അതായത് എന്റെ അടുത്തും അതേ രീതിയിലാണ് സംസാരിച്ചത്. അല്ല. അതാണ് ഞാൻ അവിടെ നിൽക്കാത്തത്. Oh my God. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നീ എന്നോട് പറയാതെ നീ എന്നോടല്ലേ ആദ്യം പറയാം. വീഡിയോ കണ്ടില്ലേ? ഇപ്പം ആ ഒരു വീഡിയോ അവരന്നേരം എടുത്തില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അപ്പോൾ അവർ രാത്രിയിൽ അവിടുന്ന് അതായത് കേരളത്തിൽ നിന്ന് അവർ പരിചയം വെച്ച് അവർ അമേരിക്കയിൽ ചെന്നപ്പോൾ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളൊരു സംഭവം മാത്രമാണ് നമ്മൾ അറിയുള്ളൂ. അതായത് ഇങ്ങനെയുള്ളൊരു തെളിവോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും അത് അരുണിമ പോലെ അത് ഇത്രയും രാജ്യത്ത് നമ്മൾ കറങ്ങി അത്രയും പരിചയം ഉണ്ടെന്നുള്ളത്. പക്ഷേ ആ പരിചയങ്ങളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുള്ള പരിചയമുള്ളൂ. ആൾക്കാരായിട്ട് എങ്ങനെ എത്രമാത്രം അടുപ്പമുള്ളൂ. ഇപ്പോൾ ഒരു സുഹൃത്ത് ഇപ്പം ഈ യൂട്യൂബിൽ കണ്ട് പരിചയമുള്ള ഒരാൾ അങ്ങനെയുള്ളൊരു സൗഹൃദം വെച്ച് നമ്മൾ പലരും അങ്ങനെ ഒരാൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീയും കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരോടുള്ള പ്രത്യേക ഒരു താല്പര്യം വരും. താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സൗഹൃദം നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. അവർക്ക് ഫുഡ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം അവരോട് താമസിക്കണമെന്നോ അങ്ങനെയൊക്കെ ഒരു ചിന്ത വരാം. പക്ഷേ അതൊരിക്കൽ പോലും അത് അവരോടുള്ള അമിതമായ റെസ്പെക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ വരുമ്പോൾ നമുക്കൊരു മന്ത്രിമാർ വന്നണക്കോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി വന്നെ ആ ഒരു ഇതൊന്നുമില്ല. ഇപ്പം അതേ ഒരു വെയിറ്റ് അവർ കാണിച്ചില്ല അല്ലെങ്കിൽ അവർ റെസ്പെക്റ്റ് തന്നില്ല എന്നുള്ളതാണ് അരുണിമയുടെ ഉള്ളിലെ ഒരു ഏറ്റവും വലിയൊരു കോംപ്ലക്സ്. അത് വെറും കോംപ്ലക്സ് മാത്രമേ, അതൊരിക്കൽ പോലും അത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത് നമ്മൾ മറ്റൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ ബഹുമാനിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് ചിന്തിക്കേണ്ടത് ആ വീട്ടിലുള്ളവരാണ്. അതിപ്പോൾ അവർ ആ മാക്സിമം അത് ആ റെസ്പെക്റ്റ് കൊടുക്കാനുള്ള റെസ്പെക്റ്റ് കൊടുത്തു. ഇനിയിപ്പോൾ അത് അതിനെക്കുറിച്ച് നമുക്ക് അത് അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെല്ലാവരും അവരാ കുടുംബത്തിന് നമുക്കറിയാം. ആ വീഡിയോ വന്നതിൻ്റെ അന്നേരം തന്നെ എൻ്റെ അടിയിൽ കമൻറ്റ് ഞാനടക്കം ഇട്ടത് എന്തായാലും ഞാൻ ഇട്ട കമൻറ്റ് എന്ന് പറഞ്ഞാൽ അരുണിമ അതൊക്കെ അങ്ങനെ യാത്രകളിലുണ്ടാവും, അത് മൈൻഡ് ചെയ്യണ്ട, ഹാപ്പിയായിട്ട് യാത്ര തുടരുമെന്ന് മാത്രമാണ് ഞാൻ എൻ്റെ അദ്ദേഹം കൊടുത്തത്. അതിനുശേഷമാണ് ഇങ്ങനെ പലരും ഇങ്ങനെ പല വീഡിയോസും ചെയ്തത്. അതിനുശേഷമാണ് ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യണത്. ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു, ആ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം അത് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പം അരുണിമയ്ക്ക് പറ്റാൻ പോണത് ഇനിയിപ്പോൾ വേറെ പല രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും അപ്പോൾ ഇവരോട് ഭയങ്കര താല്പര്യമുള്ള ആരെങ്കിലും ആണെങ്കിലും വീട്ടിൽ കയറ്റി കിടത്താൻ നമുക്കൊരു പരിധി വരെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇനിയിപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ കണ്ടുവച്ചേക്കണം ഇത്. കാരണം ഇവരുടെ ഉള്ളിലുള്ള ഒരു വേറെ സാധാരണ ഒരു ഫ്രീഡം മൈൻഡ് അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഒരു ഇടുങ്ങിയ മനസ്ഥിതിയായിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം ഇത്രയും ഫ്രീഡം ആയിട്ട് ലോകം കറങ്ങിയ ഒരാൾ ഇത്രയും ഇടുങ്ങിയ ഒരു മനസ്ഥിതിയാണ്. അത് നമുക്ക് കൂളായിട്ട് അത് അറിയാത്ത രീതിയിൽ നമ്മളത് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് ഫുഡും 2 ദിവസം താമസവും എല്ലാം ചെയ്തു തന്നെ അവരെ. പ്രത്യേകിച്ച് ആ അങ്കിള് മാത്രമാണ് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്, ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പം ആ പുള്ളിയോട് ഒരു മര്യാദ ഉണ്ടായിരുന്നു. അത് ഒട്ടും കാണിച്ചിട്ടില്ല എന്നുള്ളതിന് ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ പല വീഡിയോ കണ്ടു ഇതിൻ്റെ. അപ്പോൾ ആ പല വീഡിയോയിൽ ഇവരെ പല രീതിയിലാണ് പലരും ഇത് ചെയ്തേക്കണേ. പക്ഷേ ആ വീട്ടുകാരുടെ ആ ഒരു ഇതിനെക്കുറിച്ച് വീട്ടുകാർക്ക് ഇപ്പോൾ സപ്പോർട്ടുണ്ട്, എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കൽ പോലും അവർ ചെയ്തത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവർ കൊച്ചുമക്കളാണ്, കാരണം മക്കളാണ്. അപ്പം അവരുടെ ആ ഒരു ഇത് അവർ റെസ്പെക്റ്റ് ചെയ്യും. എന്നാന്ന് പറഞ്ഞാലും അവർ പറഞ്ഞാൽ അവർ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ പുള്ളി അത് എന്ന് കരുതി നമുക്ക് അവർക്ക്
ഞാൻ ആ വീട്ടിൽ ഒരു വിലയില്ലാന്നോ അല്ലെങ്കിൽ അവിടെ ആരും ഒരു എന്താ നല്ല രീതിയിലല്ല പെരുമാറിനെ അവർ വാടക അങ്ങനെയുള്ള ആ ഒരു വർത്താനം പോലും അത് ഒട്ടും ശരിയാകാത്തൊരു കേസാണ്. അത് അവർ റെൻറ്റിന് താമസിക്കണമെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. ഒരിക്കൽ പോലും അങ്ങനെയല്ല. അവിടെ ആ നമുക്ക് അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും കേൾക്കുമ്പോൾ അറിയാലോ. എന്തും ആയിക്കോട്ടെ, ഇപ്പം അവർ റെൻറ്റിനോ എന്തും ആയിക്കോട്ടെ, അതൊന്നും അവരെ ബാധിക്കണ, അത് അരുണമ്മയെ ബാധിക്കണ കേസേ അല്ല. ഒരിക്കൽ പോലും അങ്ങനെ അതങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു. രാത്രി 12 മണിക്ക്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ കയറി ചെന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കുക. രാത്രി 12 മണിക്കാണ് നമ്മൾ അവിടെ കൂട്ടുകാരൻ്റെ കാര്യത്തിൽ നിന്ന് നേരെ തിരിച്ച് കയറി ചെല്ലുന്നത്. അന്നേരമാണ് അവരാ ഇങ്ങനെയുള്ളൊരു കാര്യം പറയാനുള്ള സാഹചര്യം എന്ന് അത് അരുണമ്മയ്ക്ക് അറിയാം, ശരിക്കും അറിയാം. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും അന്നേരം ആ സമയത്ത് രാത്രി 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമില്ല. ഇപ്പം അറിഞ്ഞത് അവിടെ എംബസിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ ഒത്തിരി കാര്യങ്ങൾ ഇത് അറിയാൻ പറ്റി. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ഞാൻ അരുണമ്മയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. ഞാൻ ഒരു ദിവസം ഞാൻ കുറച്ച് വീഡിയോ ഇല്ലാതിരുന്നപ്പോഴൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ആ വീഡിയോ ഇപ്പോൾ വന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ഞാൻ നോക്കിയായിരുന്നു കുറച്ച് നാളത്തേക്ക് വീഡിയോ ചെയ്യാതിരുന്നപ്പോൾ. അപ്പം അവരോട് നല്ല താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. ഇപ്പം ഇനിയുള്ള യാത്രകൾ ഞാൻ കാണും, വീഡിയോസും കാണും എല്ലാം. പക്ഷെ അരുണമ്മ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി.